റിപ്പബ്ലിക് ദിനത്തിൽ കൊച്ചി കപ്പൽശാലയിൽ ഡോക്ക് ചെയ്തിരുന്ന സൈനിക കപ്പലുകളിൽ ദേശീയ പതാകയ്ക്കൊപ്പം മറ്റ് ചില കൊടികൾ കൂടി ഉണ്ടായിരുന്നു. ഈ ഫ്ലാഗുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ ഉള്ളത് നാവികസേന ആസ്ഥാനത്തെ INS ഷർദുളിലാണ്. ഇതിനും കപ്പലിന് മുകളിലായി കുറച്ച് ഫ്ലാഗ്സുകൾ കെട്ടിയിട്ടുണ്ടാവും. ഈ റിപ്പബ്ലിക് ഡേയിലും അല്ലാത്ത സ്പെഷ്യൽ ഒക്കേഷൻസിനും മാത്രമാണ് ഈ കപ്പലിൽ ഇങ്ങനത്തെ സിഗ്നൽ കെട്ടിയിട്ടുണ്ട്. എന്താണ് ഈ സിഗ്നൽ? നമുക്കൊന്ന് നോക്കാം. നാവികസേനയുടെ ദക്ഷിണ മേഖല ആസ്ഥാനത്തെ കപ്പലുകളിൽ നേവിയുടെ ചിഹ്നം പതിപ്പിച്ച കൊടിക്കൊപ്പം പലതരം കൊടികൾ. കണ്ടാൽ വിദേശ രാജ്യങ്ങളുടെ ദേശീയ പതാകയെന്ന് തോന്നുമെങ്കിലും സംഗതി അതല്ല. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ സാർവത്രികമായി അംഗീകരിച്ചിട്ടുള്ള ചിഹ്നങ്ങളാണ് ഓരോന്നും. കടലിലൂടെയുള്ള കപ്പൽ യാത്രക്കിടെ എതിരെ വരുന്ന കപ്പലുകൾക്കുള്ള സന്ദേശമാണ് ഓരോ ചിഹ്നങ്ങൾ പതിച്ച കൊടിയും. ഓരോ ചിഹ്നവും ഒരു അക്ഷരത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതിനെല്ലാം ഓരോ അർത്ഥങ്ങളുമുണ്ടാകും. ഉദാഹരണത്തിന്, ഒരു കപ്പൽ A എന്ന ചിഹ്നം വരുന്ന ഫ്ലാഗാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിനർത്ഥം കപ്പലിന് നീങ്ങാൻ സാധിക്കുന്നില്ല എന്നാണ്. ഇങ്ങനെ മെഡിക്കൽ എമർജൻസിക്കടക്കം 150-ലധികം ചിഹ്നങ്ങൾ അടങ്ങിയ പതാകകൾ ഉപയോഗിക്കാറുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ. കൊച്ചിയിൽ നിന്നും രാഹുൽ സുദേവിനൊപ്പം അജീഷ് ജയകുമാർ, 24.